നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്ത്രീകളിൽ ശാരീരികമായ ലൈംഗികോത്തേജനം ഉണ്ടാകുന്നതിന്റെ പ്രധാന ലക്ഷണമാണ് യോനിയിലെ സ്നേഹദ്രവം അഥവാ മദനജലം. ഇംഗ്ലീഷിൽ വജൈനൽ ലൂബ്രിക്കേഷൻ എന്നറിയപ്പെടുന്നു. സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനത്തിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കുന്നു. മസ്തിഷ്കത്തിലെ ഉത്തേജനത്തിന്റെ ഫലമായി യോനികലകളിൽ രക്തപ്രവാഹം വർദ്ധിച്ചു അതിന്റെ പേശികൾ വികസിക്കുന്നു. അപ്പോൾ യോനിമുഖത്തിനടുത്തുള്ള ബെർത്തോലിൻ ഗ്രന്ഥികൾ, യോനികലകൾ തുടങ്ങിയവ നനവ് വഴുവഴുപ്പുള്ള സ്രവം പുറപ്പെടുവിക്കുന്നു. ലൈംഗിക ബന്ധം സുഖകരമാകാൻ സ്നിഗ്ധത നൽകുക, രതിമൂർച്ച അനുഭവപ്പെടാൻ സഹായിക്കുക എന്നിവയാണ് ഇതിന്റെ ധർമ്മം. സ്നേഹദ്രവം അനായാസമായി ലിംഗം യോനിയിലേക്ക് വഴുതിയിറങ്ങുവാൻ സഹായിക്കുന്നു. രതിസലിലം യോനിയുടെ ആരോഗ്യവും രക്തയോട്ടവും സൂചിപ്പിക്കുന്നു. സ്ത്രൈന ഹോർമോണായ ഈസ്ട്രജനുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ആർത്തവ ചക്രത്തിന്റെ ഏകദേശം മധ്യത്തിലായി വരുന്ന അണ്ടവിസർജനം അഥവാ ഓവുലേഷന്റെ സമയത്ത് ഇത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരിലും സ്നേഹദ്രവം ഉണ്ടാകാറുണ്ട്. ഇംഗ്ലീഷിൽ പ്രീ ഇജാക്കുലേറ്ററി ഫ്ലൂയിഡ് അഥവാ പ്രീക്കം എന്നറിയപ്പെടുന്നു. ലിംഗത്തിന് ഉദ്ധാരണം സംഭവിച്ച ശേഷം സ്ഖലനത്തിന് മുന്നോടിയായി ഇത് സ്രവിക്കപ്പെടുന്നു. കൗപ്പേഴ്സ് ഗ്രന്ഥികളാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ശുക്ലമല്ല. നിറമില്ലാത്ത ഈ ദ്രാവകം പലരിലും പല അളവിൽ കാണപ്പെടുന്നു. ലിംഗത്തിലെ pH ക്രമീകരിക്കുക, അതുവഴി ബീജത്തിനെ സംരക്ഷിക്കുക, ലൈംഗിക ബന്ധം സുഖകരമാകാൻ വഴുവഴുപ്പ് നൽകുക, പ്രത്യേകിച്ചും സ്ത്രീ പങ്കാളിക്ക് ലൂബ്രിക്കേഷൻ കുറവുള്ള സമയത്ത് ഘർഷണം കുറയ്ക്കുക തുടങ്ങിയവയാണ് ഇതിന്റെ ധർമ്മങ്ങൾ. പുരുഷന്റെ മൂത്രനാളിയിലെയും അമ്ലത കുറയ്ക്കുന്നത് ഈ ദ്രാവകത്തിന്റെ പ്രവർത്തന ഫലമായാണ്. ഇതിൽ കുറഞ്ഞ അളവിൽ ബീജവും കാണപ്പെടുന്നു. അതിനാൽ ഇത് ഗർഭധാരണത്തിനും കാരണമാകാറുണ്ട്. ശുക്ലം സ്ഖലിക്കുന്നതിന് തൊട്ടുമുൻപ് ലിംഗം യോനിയിൽ നിന്നും പിൻവലിച്ചാൽ പോലും മദനജലം കാരണം ചിലപ്പോൾ സ്ത്രീ ഗർഭം ധരിക്കാം. പിൻവലിക്കൽ രീതി എന്നറിയപ്പെടുന്ന ഗർഭനിരോധന മാർഗം പരാജയപ്പെടാനുള്ള കാരണം ഇതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ലൂബ്രിക്കേഷന്റെ അഭാവത്തെ യോനി വരൾച്ച എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ വജൈനൽ ഡ്രൈനസ് എന്നറിയപ്പെടുന്നു. ലൂബ്രിക്കേഷന്റെ അഭാവത്തിൽ യോനി വരണ്ടും പേശികൾ മുറുകിയും കാണപ്പെടുന്നു. ഈ അവസ്ഥയിൽ ലൈംഗിക ബന്ധം നടന്നാൽ ഘർഷണം മൂലം ഇരുവർക്കും ലൈംഗിക ബന്ധം കടുത്ത വേദനയോ ബുദ്ധിമുട്ടോ ഉള്ളതും പുരുഷന് ലിംഗപ്രവേശനം ബുദ്ധിമുട്ടേറിയതാകാനും സാധ്യതയുണ്ട്. ഇത്തരക്കാർക്ക് രതിമൂർച്ചയും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇത് സ്ത്രീക്ക് ലൈംഗിക താല്പര്യക്കുറവ് ഉണ്ടാക്കുവാനും ചിലപ്പോൾ യോനി സങ്കോചത്തിനും പങ്കാളിയോട് വിരോധത്തിനും ഇടയാക്കുന്നു. സംഭോഗം ഒഴിവാക്കുവാനുള്ള ഒരു പ്രധാന കാരണം കൂടിയാണിത്. ഏതു പ്രായക്കാരായ സ്ത്രീകളിലും യോനി വരൾച്ച ഉണ്ടാകാം. അത് ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആർത്തവത്തിന് ശേഷം ഓവുലേഷന് മുൻപായി വരുന്ന കുറച്ചു ദിവസങ്ങളിൽ യോനിയിൽ വരൾച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആർത്തവ വിരാമം എന്ന ഘട്ടത്തിലെത്തിയ സ്ത്രീകളിലാണ് ഈ അവസ്ഥ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ കുറവാണ് കാരണം. പൊതുവെ 45 മുതൽ 55 വയസ്സ് പ്രായമുള്ള സ്ത്രീകളിലാണ് ഇത് ഉണ്ടാകാറുള്ളത്. ഇത് മെനോപോസിന്റെ ഒരു പ്രധാന ലക്ഷണവും കൂടിയാണ്. യോനി വരൾച്ച കാരണം പല മധ്യവയസ്കരും തങ്ങളുടെ ലൈംഗിക ജീവിതം അവസാനിപ്പിക്കാറുണ്ട്. ഇതിന് ശാരീരികവും മാനസികവുമായ പല കാരണങ്ങളുണ്ട്. യുവതികളിൽ ആമുഖലീല അഥവാ ഫോർപ്ലേയുടെ കുറവ് മൂലമാണ് പ്രധാനമായും യോനി വരൾച്ച ഉണ്ടാകുന്നത്. ഇത്തരം ആളുകൾ ആവശ്യത്തിന് സമയം ആമുഖലീലകൾ ആസ്വദിച്ചെങ്കിൽ മാത്രമേ യോനിയിൽ നനവും ഉത്തേജനവും ഉണ്ടാകുകയുള്ളൂ. ഹോർമോൺ അസന്തുലിതാവസ്ഥ, പ്രസവശേഷം മുലയൂട്ടൽ, പ്രമേഹം, ഓവറി നീക്കം ചെയ്യൽ, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഗർഭനിരോധന ഗുളികകൾ, ക്യാൻസർ കീമോതെറാപ്പി, ചില മരുന്നുകൾ, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, നിർജ്ജലീകരണം, സ്ത്രീരോഗങ്ങൾ എന്നിവയൊക്കെ കാരണം യോനി വരൾച്ച ഉണ്ടാകാം. മാനസിക കാരണങ്ങളിൽ വിഷാദം, വജീനിസ്മസ് അഥവാ യോനി സങ്കോചം, നിർബന്ധിച്ചുള്ള ലൈംഗിക ബന്ധം, പങ്കാളിയോടുള്ള താല്പര്യക്കുറവ്, ലൈംഗികതയോടുള്ള വെറുപ്പ്, സ്ട്രെസ്, പങ്കാളിയുടെ ശുചിത്വക്കുറവ്, വായ്നാറ്റം തുടങ്ങിയ പലവിധ കാരണങ്ങൾ ലൂബ്രിക്കേഷനെ മോശമായി ബാധിക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.